बच्चों, अगला पाठभाग एक कविता है। कविता का नाम है अकाल और उसके बाद और उसके രചയിതാ ശ്രീ നാഗാർജുൻ. അടുത്ത യൂണിറ്റിലെ പുതിയ ലെസണിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. ലെസൻ്റെ പേര് അകാൽ और उसके बाद. ഇത് എഴുതിയിരിക്കുന്നത് നാഗാർജുനാണ്. അപ്പോൾ ആദ്യം നമുക്ക് കവിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നോക്കാം. നാഗാർജുൻ ജൻ 30 जून 1911 बिहार, मृत्यु 5 नवंबर 1998. അപ്പോൾ അദ്ദേഹം ജനിച്ചിരിക്കുന്നത് ജൂൺ 30, 1911 ബീഹാറിലാണ്. അദ്ദേഹം മരിച്ചിരിക്കുന്നത് 1998 नवंबर 5. अब हिंदी के प्रगतिशील साहित्यकार है. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की हैं. അദ്ദേഹം അറിയപ്പെടുന്നത് ഹിന്ദിയിലെ പ്രഗതിശീൽ സാഹിത്യകാർ എന്നാണ്. പ്രഗതിശീൽ എന്ന് പറഞ്ഞാൽ പുരോഗമനവാദിയായ സാഹിത്യകാരൻ. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की हैं. താങ്കൾ ഹിന്ദി കൂടാതെ മറ്റു ഭാഷകളിലും അദ്ദേഹം എഴുതിയിരുന്നു. അത് ഏതൊക്കെ ഭാഷകളെന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. മൈഥിലി, സംസ്കൃത്, ബംഗള ഭാഷയിലും അദ്ദേഹം തൻ്റെ രചനകൾ ചെയ്തിട്ടുണ്ട്. लोक जीवन, प्रकृति और समकालीन राजनीति आपकी रचनाओं के मुख्य विषय रहे हैं. ഇനി അദ്ദേഹം എഴുതിയിരുന്ന കവിതകളിൽ ഏറ്റവും കൂടുതൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ടോപ്പിക്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ലോക് ജീവൻ മനുഷ്യ ജീവിതത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും അതുപോലെ തന്നെ സമകാലീന രാജനീതി ഇന്നത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചുമാണ് അദ്ദേഹം കൂടുതലും എഴുതിയിരുന്നത്. യുവധാര, പ്യാസി പത്തരായി ആഖേം, സദരംഗി പങ്കും വാലി, താലാബ് കി മച്ചിലിയാം ആദി ആപ്കി പ്രമുഖ കാവ്യകൃതിയാം ഹേ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യകൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ യുഗധാര, പ്യാസി പത്തരായി ആഖേം, സദരംഗി പങ്കും വാലി, താലാബ് കി മച്ചിലിയാം. നമുക്ക് ലെസണിലോട്ട് പോകാം. ലെസൻ്റെ പേര് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഫാമിൻ, നമ്മൾ ക്ഷാമം എന്ന് പറയും. ക്ഷാമത്തെക്കുറിച്ചും ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചുമാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ചെറിയൊരു പോയമാണ്, 8 ലൈൻസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഫസ്റ്റ് 4 ലൈൻസ് എന്ന് പറയുന്നത് ക്ഷാമമുണ്ടായ സമയത്ത് അവിടെ ഉണ്ടായ മാറ്റങ്ങൾ, ആ പ്രപഞ്ചത്തിലെ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, അവിടെ എന്തൊക്കെ സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് 4 ലൈൻസിൽ ക്ഷാമത്തിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളുണ്ടായി. അപ്പോൾ നമുക്ക് നോക്കാം. ആ ടെക്സ്റ്റിൽ നിങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ക്ഷാമത്തിന് മുൻപുള്ള ആ ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ റൈറ്റ് സൈഡിൽ ക്ഷാമം കഴിഞ്ഞ് ഉണ്ടായ ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവിടെ വരച്ചു കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലൈൻസ് വായിക്കുകയാണ്. കൈ ദിനോം തക് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോം തക് കാനി കുദിയ സോയി ഉൻകെ പാസ്, കൈ ദിനോം തക് ലഗി ഫീത് പർ ചിപ്കലിയോं की ഗശത്, കൈ ദിനോം തക് ചൂഹോं की भी हालत रही शिकस्त. കവി പറയുകയാണ്, കൈ ദിനോം തക് പല ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ കുറേ നാളുകളായി, ചുൽഹാരോയ, ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ്, അടുപ്പ് എന്ത് ചെയ്യുകയായിരുന്നു, കരിയുകയായിരുന്നു. ചക്കി രഹി ഉദാസ്, ചക്കി എന്ന് പറഞ്ഞാൽ അരകല്ല്, ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് പറയാതെ പൊടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കല്ല്. പിക്ചറിൽ അവിടെ ഉണ്ട്. ചക്കി ഏതവസ്ഥയിലായിരുന്നു, ഉദാസ്, ഉദാസ് എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമത്തോടു കൂടെയായിരുന്നു. കൈ ദിനോം തക് കാനി കുദിയ സോയി ഉൻകെ പാസ്, കഴിഞ്ഞ കുറേ നാളുകളായി ഈ അടുപ്പിനടുത്തായി അല്ലെങ്കിൽ അരകല്ലിനടുത്തായി, നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം, അതിനിടയിലായി एक കാനി കുദിയ സോയി ഹെ. കാനി കുദിയ എന്ന് പറഞ്ഞാൽ ഒറ്റ കണ്ണുള്ള ഒരു പെൺപെട്ടി അതിനടുത്തായിട്ട് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതായത് ഈ രണ്ട് വസ്തുക്കളും, അടുപ്പും അരകല്ലും, കഴിഞ്ഞ കുറേ നാളുകളായി ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ആ പട്ടി അവിടെ വന്ന് കിടക്കുന്നത്. അതായത് ക്ഷാമകാലത്തെ ദയനീയമായ അവസ്ഥ, ഒരു വീടിനുള്ളിൽ ദയനീയമായ അവസ്ഥയാണ് കവി ഇവിടെ കാണിച്ചു തരുന്നത്. കൈ ദിനോം തക് ലഗി ഫീത് പർ ചിപ്കലിയോं की ഗശത്, കൈ ദിനോം തക് ചൂഹോം की भी हालत रही शिकस्त. അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി വീട്ടിൽ ആഹാര സാധനങ്ങളൊന്നുമില്ല. അത് കാരണം ചിപ്കലിയാം, ചിപ്കലി എന്ന് പറഞ്ഞാൽ ലിസാഡ്, പല്ലി, പല്ലി എന്ത് ചെയ്യായിരുന്നു, ഫീത് പർ ലഗി,
ഗശത്, ഫീത്ത് എന്ന് പറഞ്ഞാൽ ദീവാർ, ചുവര്, ചുവരിലൂടെ ഗശത് കർണ എന്ന് പറഞ്ഞാൽ ഉലാത്തുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു ചെറിയ ഇൻസെക്റ്റിനെങ്കിലും കിട്ടുമോ കഴിക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിച്ച് ചുവരിലൂടെ പല്ലിയും അലയുകയായിരുന്നു. കൈ ദിനോം തക് ചൂഹോം കീഫി ഹാലത്ത് രഹി ഷികസ്, അതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ആ വീടിനുള്ളിൽ ചൂഹ എലിയുടെ അവസ്ഥയും ഷികസ്ത് പരാജയമായിരുന്നു. അതായത് എലിക്കും കഴിക്കാനായിട്ട് ഒരു വസ്തുക്കളും കിട്ടുന്നില്ല. അപ്പോൾ ഫസ്റ്റ് 4 ലൈൻസിൽ ക്ഷാമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് അവിടെ കുറച്ച് കുറേ ജീവജാലങ്ങളിലൂടെയും ആ വീടിനുള്ളിലെ കുറച്ച് വസ്തുക്കൾ വെച്ചിട്ടാണ് കവി ആ ക്ഷാമത്തിൻ്റെ ദയനീയമായ അവസ്ഥ വരച്ച് കാട്ടുന്നത്. അവിടെ മനുഷ്യരെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യത്തെ 4 ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത് ചുൽഹ, ചക്കി, അരകല്ലിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അടുപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കാനി കുതിയ, ഒറ്റക്കണ്ണനായ ഒരു പട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്, ചിപ്കലി, ലിസാഡ്, അതുപോലെ ചൂഹ. അവരുടെയൊക്കെ ദയനീയമായ അവസ്ഥയിലൂടെ മനുഷ്യ ജീവിതത്തെ തന്നെയാണ് അദ്ദേഹം അവിടെ വരച്ച് കാണിക്കുന്നത്. ഇനി അടുത്ത 4 ലൈൻസ് എന്ന് പറയുന്നത് ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോं के बाद, धुआं उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ीं घर फर की आंखें कई दिनों के बाद, कौवे ने कुचलाई पांखें कई दिनों के बाद. ദാനെ ആയേ ഘർ കെ അന്തർ കൈ ദിനോं के बाद, കുറേ നാളുകൾക്ക് ശേഷം, കൈ ദിനോं के बाद എന്ന് പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം, ദാനെ ആയേ ഘർ കെ അന്തർ, ആ വീടിനുള്ളിൽ ധാന്യമെത്തി. അപ്പോൾ ഫസ്റ്റ് 4 ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കൈ ദിനോം തക്, പല ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ നാളുകളായി, അങ്ങനെയാണ് ആദ്യത്തെ 4 ലൈൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ലാസ്റ്റ് 4 ലൈൻസ് എൻഡ് ചെയ്തിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷം എന്നാണ്. ദുവാ മുട ആംഗൻ സെ ഊപ്പർ കൈ ദിനോं के बाद, കുറേ നാളുകൾക്ക് ശേഷം ആ വീടിനുള്ളിൽ നിന്നും എന്ത് ചെയ്തു? ദുവാമുട, ദുവാമെന്ന് പറഞ്ഞാൽ പുക ചുരുളുകൾ ഉയരാൻ തുടങ്ങി. ആംഗൻ സെ ഊപ്പർ, മുറ്റത്ത് നിന്നും മുകളിലേക്ക്, ആകാശത്തേക്ക്. അതായത് അവിടെ എന്തോ ഭക്ഷണ സാധനം പാകം ചെയ്യുന്നു, അതായത് അടുപ്പ് കത്തിച്ചു എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതായത് വീട്ടിനുള്ളിൽ ധാന്യമെത്തി, അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ചമക്കുടി ഘർ ഫർക്കി ആഖേം കൈ ദിനോं के बाद, ചമക്കുടിന എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക, തിളങ്ങുക. അവിടെ ഉണ്ടായിരുന്ന ആ വീടിനുള്ളിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ പ്രകാശിക്കാൻ തുടങ്ങി കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം. കാരണം വീടിനുള്ളിൽ എന്തോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഫുഡ് കിട്ടും. അവിടെയുള്ള മനുഷ്യരും അതുപോലെ തന്നെ മറ്റു കുറച്ച് ജീവജാലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അവർക്കെല്ലാം സന്തോഷമായി. കൗവേനെ കുചലായി പാങ്കേം കൈ ദിനോं के बाद, അപ്പോൾ കൗവേനെ കുചലായി എന്ന് പറഞ്ഞാൽ കാക്ക എന്ത് ചെയ്തു? കുചലാന എന്ന് പറഞ്ഞാൽ കൊത്തുക അല്ലെങ്കിൽ ചൊറിയുക. തൻ്റെ പാങ്കയും, തൻ്റെ തൂവലുകളൊക്കെ ചൊറിഞ്ഞുകൊണ്ട്, അതായത് എന്തോ തട്ടിപ്പറിക്കാൻ തയ്യാറായി കാക്കയും അവിടെ ഇരിക്കുകയാണ്. അതായത് ആ വീടിനുള്ളിൽ ഫുഡ് കുക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലായി, തനിക്ക് കഴിക്കാനും എന്തെങ്കിലും കിട്ടും, ആരുടെയെങ്കിലും പ്ലേറ്റിൽ നിന്ന് എന്തെങ്കിലും തട്ടിപ്പറിക്കാം എന്ന് പ്രതീക്ഷിച്ച് കാക്കയും അവിടെ വിശ്രമിക്കുകയാണ്. ആ ബ്രാഞ്ചിൽ നിങ്ങൾക്ക് കാണാം, പിക്ചറിൽ ഒരു കാക്ക ഇരിപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ 4 ലൈൻസ് ക്ഷാമകാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ജീവജാലങ്ങൾ, അവരുടെ ദയനീയമായ അവസ്ഥയാണ് കവി വരച്ച് കാണിച്ചിരിക്കുന്നത്. ലാസ്റ്റ് 4 ലൈൻസ് എന്ന് പറയുന്നത് ക്ഷാമത്തിന് ശേഷം എന്ത് സംഭവിച്ചു? വീടിനുള്ളിൽ ധാന്യമെത്തി, പുകച്ചുരുളുകൾ ഉയരാൻ തുടങ്ങി, എല്ലാവരുടെ കണ്ണുകളും പ്രകാശിച്ചു. അവിടെ എല്ലാവരും എന്ന് പറയുന്നത് ആ വീട്ടിലെ മനുഷ്യർ മാത്രമല്ല, മറ്റ് ചില ജീവജാലങ്ങളുണ്ട്, അവയെ കൂടെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോയം മീനിങ് കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ടെക്സ്റ്റ് വായിച്ച് നോക്കുക. അതുപോലെ ഈ പോയത്തിൻ്റെ സമ്മറി എഴുതാൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടൻ്റ് ലെസൺ ആണ്, അതും പഠിക്കുക. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुदियाँ सोई उनके पास, चूल्हे का रोना और चक्की का उदास होना इसका मतलब क्या है? അവിടെ കവി പറയുന്നുണ്ട്, കഴിഞ്ഞ കുറേ നാളുകളായി അടുപ്പ് വിഷമിച്ചിരിക്കുകയാണ്, അതുപോലെ അരകല്ലും ആകെ അടുപ്പ് കരയുന്നുണ്ട്. ചക്കി രഹി ഉദാസ്, അരകല്ല് വിഷമിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അതിനടുത്തായി ഒറ്റ കണ്ണുള്ളൊരു പെൺപട്ടി കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ചുൽഹേക്ക രോന ഔർ ചക്കിക്ക ഉദാസ് ഹോന, അടുപ്പ് കരയുക, അരകല്ല് വിഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എന്താണ് അതിൻ്റെ മീനിങ്? इससे कवि यह बताना चाहता है कि
घर में खाദ്യ വസ്തുओं का बिल्कुल अभाव है. ഇതിലൂടെ കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ ഖാദ്യ വസ്തു എന്ന് പറഞ്ഞാൽ ഭക്ഷണ വസ്തുക്കളൊന്നും ആ വീട്ടിൽ ഇല്ല. ബിൽക്കുൽ അഭാവ് തികച്ചും ഇല്ല, ഒട്ടും തന്നെ ഇല്ല എന്ന് കാണിക്കാനാണ് കവി ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. കൈ ദിനോ ഇൻ ദോനോ കാ കൊയ് ഇസ്തേമാൽ നഹി ഹുവാ ഹെ. കഴിഞ്ഞ കുറേ നാളുകളായി ഈ രണ്ട് വസ്തുക്കളും ഇസ്തേമാൽ കർണ എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുക, ഉപയോഗിക്കുക. അതായത് വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ അടുപ്പും ആരും ഉപയോഗിച്ചിട്ടില്ല, അരകലും ഉപയോഗിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി തരാനാണ് കവി അവിടെ അത് ഉപയോഗിച്ചിരിക്കുന്നത്. सेकंड क्वेश्चन, कई दिनों तक लगी फीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ये पंक्तियाँ किस हालत की ओर इशारा करती है? കഴിഞ്ഞ കുറേ നാളുകളായി വീടിനുള്ളിലൂടെ പല്ലി എന്ത് ചെയ്യുന്നു? ഗശത് കർത്താഹെ, അതായത് ഉലാത്തുന്നു. അതുപോലെ തന്നെ എലിയുടെ അവസ്ഥയും പരാജയമായിരുന്നു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ വരികൾ ഏത് അവസ്ഥയിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ആൻസർ, ഘർ മേ കൈ ദിനോം സെ ഖാനെ കി ചീസേ നഹി ഹെ. വീട്ടിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഭക്ഷണവസ്തുക്കളൊന്നും തന്നെയില്ല. ജഹാം ഖാന നഹി ഹോഗ വഹാം ദീപ് ജലാനെ കെ ലിയെ തേൽ കി ഭി സംഭാവന നഹി. എവിടെയാണോ ഭക്ഷണവസ്തുക്കൾ ഇല്ലാത്തത് അവിടെ എന്തും ഉണ്ടാവില്ല? ദീപ് ജലാന, വിളക്ക് കത്തിക്കാനുള്ള തേലെന്ന് പറഞ്ഞാൽ എണ്ണയും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ വിളക്ക് കത്തിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തോ വഹാം ചോട്ടെ കീടോം കാ ഹോന അസംഭവി. അങ്ങനെയാണെങ്കിൽ അവിടെ വിളക്കിന് ചുറ്റും വരുന്ന കൊച്ചു കൊച്ചു ഇൻസെക്റ്റ്, കീട എന്ന് പറഞ്ഞാൽ പ്രാണികൾ അവിടെ വരാൻ സാധ്യതയില്ല. ഇസസെ ചിപ്കലി പരേശാൻ ഹെ. അത് കാരണം പല്ലി ആകെ വിഷമിച്ചിരിക്കുന്നു. കാരണം ലിസാർഡ് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഇൻസെക്ട്സിനെയാണ്. इसलिए वे कीड़ों को तलाशते हुए दीवार पर घूम रहे हैं. അത് കാരണം ഏതെങ്കിലും ഒരു പ്രാണിയെ കിട്ടുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട്, അന്വേഷിച്ചുകൊണ്ട് ചുവരിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റുകയാണ് ലിസാർഡ്. ഘർ മേ കോയി ഖാദ്യ വസ്തു നഹി ഹെ ഇസസെ ചൂഹെ ഭി ഹാർ ഗേ ഹെ. വീടിനുള്ളിൽ ഭക്ഷണ വസ്തുക്കളൊന്നും തന്നെ ഇല്ല, അത് കാരണം എലിയും പരാജയപ്പെട്ട അവസ്ഥയിലാണ്. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. क्वेश्चन नंबर 3, दाने आए घर के अंदर कई दिनों के बाद, धुआं मुड़ा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? ധാന്യമെത്തി വീട്ടിൽ കുറേ നാളുകൾക്ക് ശേഷം വീടിനുള്ളിൽ നിന്നും പുകച്ചുരുളുകൾ ഉയരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ കവി ഇവിടെ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അകാൽ കെ ബാദ് കെ ദിനോ കാ ചിത്രൻ കവിനെ ഇൻ പങ്ക്തിയോं ദ്വാരാ കിയാ ഹെ. ക്ഷാമത്തിന് ശേഷമുള്ള ദിവസങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഈ വരികളിൽ വർണ്ണിക്കുന്നത്. अकाल के बाद घर में दाने आने पर घर के आंगन से ऊपर धुआं उठता है. ക്ഷാമത്തിന് ശേഷം വീട്ടിനുള്ളിൽ ധാന്യം എത്തിയപ്പോൾ വീട്ടിൽ നിന്നും ആകാശത്തേക്ക് പുകച്ചുരുളുകൾ ഉയരാൻ തുടങ്ങി. മത്ലബ് ചുൽഹ ജൽനെ ലഗ എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് അടുപ്പ് കത്താൻ തുടങ്ങി എന്നാണ്. യഹ് ഘർ മേ ഖാനെ പക്കാനെ കി ഓർ ഇഷാര കർത്താ ഹെ. അടുപ്പ് കത്തുക എന്ന് പറഞ്ഞാൽ അത് എന്തിലോട്ടാണ് വിരൽ ചൂണ്ടുന്നത്? ഭക്ഷണം പാകം ചെയ്യുന്നു എന്നാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കവിനെ അകാൽ കാ ചിത്രം കിസ് പ്രകാർ കിയാ ഹെ ചർച്ച കരേ. കവി എങ്ങനെയാണ് ക്ഷാമത്തെക്കുറിച്ച് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? ആദ്യം അവിടെ കുറച്ച് പോയിൻറ്റ്സ്, അപ്പോൾ പോയിൻറ്റ്സ് ആയിട്ട് ആദ്യം എഴുതിയിട്ട് അതിന് ശേഷമാണ് അവിടെ ആൻസർ അല്ലാതെ എഴുതിയിരിക്കുന്നത്, പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എക്സാമിന് മാർക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യുക. 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ആ പോയിൻറ്റ്സ് മാത്രം എഴുതുക. 4 മാർക്സ് ആണെങ്കിൽ താഴെ തന്നിരിക്കുന്നതും കൂടെ എഴുതുക. അപ്പോൾ അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന ക്ഷാമത്തിൻ്റെ സമയത്ത് ചുൽഹെ കാ രോന, ഫീത് പർ ചിപ്കലിയോं की ഗശത്, ചക്കി കാ ഉദാസ് രഹന, ശികസ്ത് ഹാലത്ത് വാലെ ചൂഹെ. അപ്പോൾ അവിടെ ആ വീടിനുള്ള അവസ്ഥയെക്കുറിച്ചാണ് ആദ്യം പോയിൻറ്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് ശേഷം ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. അകാൽ കെ ഭീക്ഷൺ സമയമേ ചുൽഹെ രോ രഹേ ഹെ. ക്ഷാമത്തിൻ്റെ തീക്ഷ്ണമായ ആ ഒരു സമയത്ത് അടുപ്പ് കരയുകയായിരുന്നു. ഘർ കി ദീവാരോ പർ ചിപ്കലിയാം ഖാനെ ന മിൽനെ കി വജഹ സെ വിവശ് ഹോക്കർ ഘൂം രഹേതെ. ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടാത്ത കാരണം ചുവരിലൂടെ പല്ലി ആകെ വിഷമിച്ച് ഉലാത്തുകയായിരുന്നു. ചക്കി ഉദാസ് മത്ലബ് കൈ ദിനോം സെ ഉസ്കാ കോയി ഉപയോഗ നഹി ഹെ. അരകൽ വിഷമിച്ചിരിക്കുന്ന കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അത് ഉപയോഗിച്ചിട്ടില്ല. ചൂഹെ പരാജിത സാ ഹോ ഗേ ഹെ. എലിയും പരാജയപ്പെട്ട അവസ്ഥയിലാണ്. ക്യോങ്കി ഘർ മേ ദാനി കാ അഭാവ്നെ ഉൻകെ പേട്ട് ഭർനെ കി ആശാ കോ നിരാശ ബനാ ദിയാ ഹെ. കാരണം എന്തെങ്കിലും കിട്ടും, എന്തെങ്കിലും കഴിക്കാമെന്നുള്ള അവൻ്റെ ആ ഒരു ആഗ്രഹം അവിടെ നിരാശയായി മാറിയിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കവിനെ അകാൽ കെ ബാദ് കി ഹാലത്ത് കാ ചിത്രം കിസ് പ്രകാർ കിയാ ഹെ ചർച്ച കരി. ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥ എങ്ങനെയാണ് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്? അവിടെ ആദ്യം പോയിൻറ്റ്സ് ആയിട്ട് തന്നിട്ടുണ്ട്, അതിനുശേഷം പാരഗ്രാഫായിട്ട് ആൻസർ ഉണ്ട്. പോയിൻറ്റ്സ്, ഘർ കെ അന്തർ ദാനി കാന, വീടിനുള്ളിൽ ധാന്യം എത്തുക.
ഖർ ഫർക്കി ആംഖിയും ക ചമക്കുട ഉടിന എല്ലാവരും വീടിനുള്ളിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ പ്രകാശിക്കുക. അങ്കൻകെ ഊപ്പർ തുയിങ്ക ഉടിന മുറ്റത്തിന് മുകളിലായി ആകാശത്തേക്ക് പുക ഉയരുക. കൗവയ്ക്ക് പങ്കുങ്ക കുജലാന കാക്ക ചിറക് ചൂറിയുക. അതായത് നിങ്ങൾക്കറിയാം അതിപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നതെന്ന്. അതായത് എന്തെങ്കിലും ആഹാരം കിട്ടും, കഴിക്കാനായി തയ്യാറായിരിക്കുന്ന സമയത്താണ് കാക്ക അങ്ങനെ ചെയ്യുന്നത്. ഘർക്കെ ഫീത്തർ ധാന്യ ആത്തേഹി ഘർ ഫർക്കി ആക്കി ചമക്കുർത്തിഹി വീട്ടിനുള്ളിൽ ധാന്യമെത്തി എല്ലാവരുടെ കണ്ണുകളും പ്രകാശിച്ചു. അഫി ഫോജൻ ബനാ രഹി ഹെ കാരണം റീസൺ ഈ സമയത്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണ് വീട്ടിൽ. ലേക്കിൻ അന്നിക്ക് ആഹട്ട് നേഹി ആംഖോ മേ റോഷ്നി ഫർദി ഹെ ആ ധാന്യത്തിൻ്റെ ആഹട്ട് ശബ്ദം തന്നെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ കണ്ണുകളെയും പ്രകാശിപ്പിച്ചു. ഉമ്മീദ് ഉമ്മീദ് ഇസി തര റോഷ്നി ലഗത്തി ഹെ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും, അതായത് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല, ചെയ്യുന്നതേ ഉള്ളൂ, ധാന്യം എത്തിയതേ ഉള്ളൂ, ആ സമയത്ത് തന്നെ എല്ലാവരുടെ കണ്ണുകളും പ്രകാശിച്ചു. ഫിർദുവ മുട്ടാഹെ ചപ്പർ കെ ഊപ്പർ അത് കഴിഞ്ഞ് വീട്ടിനുള്ളിൽ നിന്ന് പുക ഉയരാൻ തുടങ്ങി. യാനി ചുൽഹ ജൽ ഗയാഹെ അതായത് അടുപ്പ് കത്തുന്നു എന്നാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ഏക് ദുവാ ശുഭ സങ്കേത് ഹെ അവർ കവ്യ അബ് അപ്ന പങ്ക് കുച്ചലാത്ത ഹെ ഇവിടുത്തെ പുക എന്ന് പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തിൻ്റെ പ്രതീകമാണ്, അതായത് ഒരു ശുഭ സൂചനയാണ് നമുക്ക് തരുന്നത്. അവിടെ കാക്കയും തൻ്റെ തോലുകൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനും ഭക്ഷണം കിട്ടാൻ സമയമായി എന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ കവിതയുടെ പ്രസക്തിയെക്കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ച ലൈൻസിൻ്റെ ആശയം നിങ്ങൾ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കവിതാമി കിൻ കിൻ ജീവജന്തുവങ്ക സിഗ്രഹെ ഈ കവിതയിൽ ഏതൊക്കെ ജീവജാലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? കാനി കുതിയ, ചിപ്കലി, ചൂഹെ, കൗവെ. इसमें किन किन നിർജീവ വസ്തുവിൻ്റെ ബാരെ में बताया गया है ജീവനില്ലാത്ത ഏതൊക്കെ വസ്തുക്കളെക്കുറിച്ചാണ് ഈ പോയത്തിൽ പറഞ്ഞിരിക്കുന്നത്? ചൂൽഹ, ചക്കി, ഫീത്ത്. നിർജീവ വസ്തുവും का മാനവീകരണം हुआ है दो एक उदाहरण बताइए ഇവിടെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവനുള്ളതായിട്ട് സങ്കല്പിച്ച് കവി പറഞ്ഞിരിക്കുന്നു, അത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരോന ഓർ ചക്കീക്ക ഉദാസരഹിന അതായത് ഒരിക്കലും അടുപ്പ് കരയില്ല നമുക്കറിയാം, പക്ഷേ അടുപ്പിനും ഇവിടെ ജീവനുള്ള ഒരു വസ്തുവായിട്ടാണ് കവി സങ്കല്പിച്ചിരിക്കുന്നത്. അതുപോലെ അരകല്ല് വിഷമിച്ചിരിക്കുന്നു, അവിടെയും രണ്ടും ജീവനില്ലാത്ത നിർജീവമായ വസ്തുക്കളെയാണ് കവി ഉപയോഗിച്ച് പറഞ്ഞിരിക്കുന്നത്. ജന്തുവിൻ്റെ വ്യവഹാരം വിശേഷത ക്യാ ഹെ ഇനി ജീവനുള്ള വസ്തുക്കൾ എങ്ങനെയാണ് പെരുമാറിയത് അവിടെ? ചുൽഹയ്ക്ക് ജൽനെ और चक्की के चलने की प्रतीक्षा में कानी कुदिया उनके पास हो गई है അടുപ്പ് കത്തും അല്ലെങ്കിൽ അരകല്ലിൽ എന്തെങ്കിലും പൊടിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജീവനുള്ള അവിടെ ഒരു വസ്തുവിനെ പറയുന്നുണ്ട്. കാനി കുതിയ ഒറ്റ കണ്ണുള്ള ആ ഒരു പെൺപട്ടി അവിടെ അതിനിടയിലായി കിടക്കുന്നുണ്ട്. കൈ ദിനോം തക് ചൂഹോങ്കി ഹാലത്ത് ബഹുത് ദയനീയ കഴിഞ്ഞ കുറേ നാളുകളായി എലിയുടെ അവസ്ഥയും ദയനീയമാണ്. ഫൂക്ക് സെ തടത്തി ചിപ്കലിയാൻ ദീവാർ പർ ടഹൽത്തി രഹീതി അതുപോലെ വിശപ്പ് കാരണം ആകെ വിഷമിച്ച് ചിപ്കലി ലിസാഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നുണ്ട്. അവിടെ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ജീവനുള്ള വസ്തുക്കളുടെ പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത്, അവരെന്താ ചെയ്യുന്നതെന്ന്. ഇൻ ജീവജന്തു അവർ നിർജീവ വസ്തുവെങ്കിൽ വ്യാകുൽ സ്ഥിതിക്ക കാരണക്കാകെ ഈ ജീവനുള്ള വസ്തുക്കളുടെയും അതുപോലെ ജീവനില്ലാത്ത വസ്തുക്കളുടെയും ഈ വിഷമം നിറഞ്ഞ ആ ഒരു സ്ഥിതി ആ ഒരു അവസ്ഥ ഉണ്ടാകാനുള്ള റീസൺ എന്താണ്? റീസൺ അകാൽ ക്ഷാമം. ഇൻ പങ്ക്തിയോങ്കെ ദ്വാര കവി ക്യാ കഹന ചാഹത്ത ഹെ ഈ വരികളിലൂടെ കവി എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അകാൽ കാ സമയ കേവൽ മാനവ് പർ ഹി നഹി പൂരെ സമാജ് പർ പഡ്താ ഹെ ക്ഷാമം എന്ന് പറയുന്നത് കുറച്ച് മനുഷ്യരെ മാത്രമല്ല അഫക്റ്റ് ചെയ്യുന്നത്, അതായത് ഒരു എൻ്റെ സൊസൈറ്റി മൊത്തത്തിൽ അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും ഒക്കെ ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇസ്കി ഹാനി കുച്ച് സമയ കേലേ ഫി സമാജ് പർ ബനി രഹത്തി ഹെ അപ്പോൾ അതിൻ്റെ ആ ഒരു ദോഷഫലം സമൂഹത്തിൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ കവിതയുടെ ആശയം എഴുതാനാണ് ടിപ്പണി. ഈ പോയിന്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതാണ്. കവിയെക്കുറിച്ച് എഴുതുക, കവിയെക്കുറിച്ച് എഴുതിയതിന് ശേഷം കവിതയുടെ ആശയം എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അകാൽ और उसके बाद कविता का अंश पढ़े और അനുബന്ധ പ്രശ്നങ്ങൾക്ക് ഉത്തർ ലിഖേ അവിടെ തന്നിരിക്കുന്നത് ലാസ്റ്റ് 4 ലൈൻസ് ആണ്, അത് വായിച്ചിട്ട് ആൻസേഴ്സ് എഴുതാൻ. പങ്ക്തിയോമേ കിസ് കാ വർണ്ണൻ ഹെ ഈ ലൈൻസിൽ എന്തിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? എന്തിനെക്കുറിച്ചാണ്? അകാൽ കെ ബാദ് കി സ്ഥിതി ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച്. ചമക്കുടി ഖർഫർ കി ആംഖിൻ കാ മത്ലബ് ക്യാ ഹെ എല്ലാവരുടെയും കണ്ണുകൾ പ്രകാശിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? അകാൽ കെ ബാദ് ഘർമി ഖാന പക്കാനെ ലഗ ക്ഷാമത്തിന് ശേഷം വീട്ടിനുള്ളിൽ ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. കൈ ദിനോം കെ ബാദ് ചുൽഹാമയും ആഗ് ജലനെ ലഗ കണ്ണുകൾ പ്രകാശിക്കുക എന്ന് പറഞ്ഞ അവിടെ അർത്ഥം വീട്ടിനുള്ളിൽ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നു, അടുപ്പ് കത്തിച്ചു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചക്കി രഹി ഉദാസ് और चूल्हा रोया से कवि का क्या तात्पर्य है ചക്കി അരകല്ല് വിഷമിച്ചു അടുപ്പ് കരഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് കവി പറയാൻ ഉദ്ദേശിക്കുന്നത്?
इससे कवि यह बताना चाहता है कि घर में खाद्य वस्तुओं का बिल्कुल अभाव है. കവി ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിൽ ഭക്ഷണവസ്തുക്കൾ ഒട്ടും തന്നെയില്ല. കൈ ദിനോം ഇൻ ദോനോ കാ കൊയ് ഇസ്തേമാൽ നഹീ ഹുവാ ഹെ. അതുകൊണ്ട് തന്നെ കുറേ നാളുകളായി ഈ രണ്ട് വസ്തുക്കൾ അടുപ്പും അരകലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അവിടെ നിന്നും മനസ്സിലാവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ പോർഷൻ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക, അതുപോലെ പറഞ്ഞിരിക്കുന്ന ഈ നോട്ട്സും വായിച്ച് നോക്കുക. ഓക്കെ, താങ്ക് യു.